യമനിലെ ഹൂതികളെ പൂർണ്ണമായും നശിപ്പിക്കും. മുന്നറിയിപ്പുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ യുഎസ് വ്യോമസേന വ്യോമാക്രമണം തുടരുന്നതിനിടെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഹൂതികൾക്ക് ആയുധങ്ങൾ നൽകുന്നത് ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഇറാനും ട്രംപ് മുന്നറിയിപ്പ് നൽകി. യമൻ തലസ്ഥാനമായ സനായിലും ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങളിലും യുഎസ് വ്യോമാക്രമണം തുടരുകയാണ്. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയ സാഹചര്യത്തിലാണ് ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി യുഎസ് കഴിഞ്ഞ ദിവസം വ്യോമാക്രമണം ആരംഭിച്ചത്. ഇതിനിടെ അമേരിക്കൻ യുദ്ധ കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തിയതായി ഹൂതികൾ അവകാശപ്പെട്ടു. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് യുഎസ്എസ് ഹാരി എസ് ട്രൂമാൻ കപ്പലിനെ ആക്രമിച്ചുവെന്നാണ് ഹൂതികളുടെ അവകാശവാദം. അതേസമയം ഹൂതികൾക്ക് ഇതിനു മുൻപും ട്രംപ് കർശനമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹൂതികൾക്കെതിരെ ശക്തമായ നടപടികൾ ആരംഭിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അവരുടെ കടൽ കൊള്ളയ്ക്കും ഭീകരതയ്ക്കും അതിക്രമങ്ങൾക്കുമെതിരെയാണ് നിലപാടെടുക്കുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ സമയം അവസാനിച്ചു, ആക്രമണം ഇന്ന് മുതൽ നിർത്തണമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ഒരാക്രമണവും ഇനി അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ഹൂതികൾക്ക് പ്രധാനമായും പിന്തുണ നൽകുന്ന ഇറാനും ട്രംപ് മുന്നറിയിപ്പ് നൽകി. അവർക്ക് സഹായം ചെയ്യുന്നത് നിർത്തണമെന്നും അമേരിക്കയെ ഭീഷണിപ്പെടുത്താനാണ് ശ്രമമെങ്കിൽ കാര്യങ്ങൾ വഷളാകുമെന്നും ഇറാന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് ചുമതലയേറ്റ ശേഷം ജനുവരി മുതൽ ഹൂതികൾക്കെതിരെയുള്ള നടപടി ആരംഭിച്ചിരുന്നു. യുഎസ് നടത്തിയ വ്യോമാക്രമണത്തിൽ ഇതുവരെ ഏതാണ്ട് 24 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇസ്രയേലിനെതിരെ ഹൂതികൾ ആക്രമണം തുടങ്ങിവെച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ തിരിച്ചടി. അതേസമയം ഇസ്രായേലിനെതിരെയുള്ള നീക്കത്തിന് മറുപടിയായാണ് തങ്ങളുടെ ചെയ്തികളെന്ന് ട്രംപ് പറയുന്നില്ല. മറിച്ച് ചെങ്കടൽ വഴിയുള്ള വ്യാപാര കപ്പലുകൾക്ക് മേൽ ഹൂതികൾ നടത്തുന്ന ആക്രമണം മുൻനിർത്തിയാണ് തിരിച്ചടി. ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് ഹൂതികൾ ഭീഷണി സൃഷ്ടിക്കുകയാണെന്നും അവരെ ഇല്ലാതാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ട്രംപ് പറഞ്ഞു. ലോകത്തിലെ ജലപാതകളിലൂടെ സഞ്ചരിക്കുന്ന അമേരിക്കൻ വാണിജ്യ കപ്പലുകളെ തടയാൻ ഒരു തീവ്രവാദ ശക്തിക്കും കഴിയില്ലെന്നും ഇറാൻ ഇവരെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. യുഎസ് നടത്തിയ വ്യോമാക്രമണത്തിന് തീർച്ചയായും മറുപടി നൽകുമെന്ന് അൽ മസിറ ചാനലിലൂടെ ഹൂതികൾ പ്രഖ്യാപിച്ചു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പതാകയേന്തിയ കപ്പലുകളെ ലക്ഷ്യമിടുമെന്നും ഹൂതികളുടെ നേതാവായ അബ്ദുൾ മാലിക് അൽ ഹൂതി കൂട്ടിച്ചേർത്തു. ഗാസയിലേക്ക് അവശ്യ വസ്തുക്കൾ കടത്തിവിടുന്നത് തടഞ്ഞ ഇസ്രായേലിന്റെ കപ്പലുകളെ ആക്രമിക്കുമെന്ന് ഹൂതികൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ ഇസ്രയേലി കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തി. ഗാസയിലേക്ക് അവശ്യ വസ്തുക്കൾ കടത്തിവിട്ടില്ലെങ്കിൽ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് അബ്ദുൾ മാലിക് അൽ ഹൂതി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.